രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയാകും. BJP നിയമസഭാ കക്ഷിയോഗത്തിലാണ് തീരുമാനം. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയായേക്കും. മുഖ്യമന്ത്രിക്കൊപ്പം 6 മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് ചേരുന്നത്. ശരത്ത്, അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഡൽഹി മുഖ്യമന്ത്രി ആരാ എന്നതിൽ തീരുമാനമാവുകയാണ്. ഒരുപക്ഷെ സുഷമ സ്വരാജിന് ശേഷം BJPയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി, അതും ഒരു വനിതാ മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത അല്ലേ? ലാൽകൃഷ്ണ, ഇപ്പോൾ നിയമസഭാ കക്ഷി മീറ്റിംഗ് യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പർവേഷ് വർമ്മ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടക്കാണ് വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നൊരു സൂചന പുറത്തു വന്നത്. എന്നാൽ ഇത് സ്ഥിരീകരിച്ച് നിയമസഭാ കക്ഷി യോഗത്തിന് പുറത്തേക്ക് ആരും വന്നിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിന് തൊട്ട് മുമ്പിലാണ്. അവിടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. വീരേന്ദ്ര ഇവിടെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. വിജേന്ദ്ര ഗുപ്തയെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ സ്പീക്കറാക്കുമെന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. ഏതായാലും യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ നിന്ന് MLA-മാരും ആരും പുറത്തു വന്നിട്ടില്ല. BJP അടികളിൽ നിന്നുള്ള ഒരു മെസ്സേജ്, BJP ഓഫീസിൽ നിന്നും കേന്ദ്ര ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഒരു മെസ്സേജാണ് വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നത്. എന്നാൽ അല്പസമയം കൊണ്ട് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപനം പുറത്തു വരും. ഏതായാലും രേഖാ ശർമ്മക്ക് തന്നെയാണ് പൂർണ്ണമായ സാധ്യത എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. യോഗം ഇപ്പോൾ പർവേഷ് വർമ്മ അഭിസംബോധന ചെയ്യുകയാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ പർവേഷ് വർമ്മ സംസാരിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും നിയമസഭാ കക്ഷി യോഗം അവസാനിച്ചിട്ടില്ല, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഔദ്യോഗികമായ ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലഭിച്ച സൂചന അനുസരിച്ച് രേഖാ ശർമ്മ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ വിജേന്ദ്ര ഗുപ്ത സ്പീക്കറുമാവുമെന്നാണ്. അക്കാര്യമുള്ള സൂചനകളിലേക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് അല്പനിമിഷം കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വരും. അതിന് അധിക നിമിഷങ്ങളിൽ ഇപ്പോൾ രേഖാ ശർമ്മക്ക് ഇത് വെച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം മുഴങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാം, രേഖാ വർമ്മക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യമായി പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. രേഖാ വർമ്മക്ക് दीदी को जय श्री राम, जय श्री राम, जय श्री राम। रेखा दीदी को जय श्री राम, जय श्री राम, जय श्री राम। रेखा दीदी जिंदाबाद। രേഖാ വർമ്മക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ട് പ്രവർത്തകർ വിളിക്കുന്നുണ്ട്. എന്നാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. നിയമസഭാ കക്ഷി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണ സ്ഥിരീകരണമുള്ളൂ. ഇപ്പോഴുള്ള നമുക്ക് ലഭിക്കുന്ന വിവരവും സൂചനയനുസരിച്ച് സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും ശേഷം അതിശയിക്കുന്ന ശേഷം ഒരു വനിതാ മുഖ്യമന്ത്രി തന്നെ ഡൽഹിയെ നയിക്കുമെന്നാണ്. പ്രവർത്തകർ അണപൊട്ടി ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എന്നാലും ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വന്നിട്ടില്ല. അതുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടി അല്പനിമിഷം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും പർവേഷ് വർമ്മയുടെ പ്രസംഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികവും പർവേഷ് വർമ്മയും ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പർവേഷ് വർമ്മയുമായിട്ടും അതേപോലെ തന്നെ പ്രതിപക്ഷ വിജേന്ദ്ര ഗുപ്തയുമായിട്ട് കേന്ദ്ര നിരീക്ഷകർ ചർച്ച നടത്തിയിരുന്നു. ഒറ്റക്കൊറ്റക്ക് ചർച്ച നടത്തിയിരുന്നു. രേഖാ ശർമ്മയുടെ കാര്യം അവരെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ചർച്ച എന്ന് നമ്മൾ കരുതേണ്ടി വരും, അങ്ങനെ നമ്മൾ അനുമാനിക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ പ്രവർത്തകർ ആവേശം അണവെട്ട് രേഖാ ശർമ്മയ്ക്കുള്ള സാധ്യതയേറുന്നു എന്നുള്ളതാണ് ശരത്ത് നൽകുന്ന വിവരം. വരും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇതിൽ ആധികാരികമായ ഒരു വിവരം പുറത്തുവരും, ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.